ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാനീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡ്രിങ്ക് നോക്കിയാലോ. ഈ ചൂട് കാലത്ത് ദാഹവും ക്ഷീണവും വിശപ്പൊക്കെ മാറാൻ ഈ ഒരു ഗ്ലാസ് ഡ്രിങ്ക് മതി. എന്നാൽ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ക്യാരറ്റ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാഷ്യൂ നട്ടാണ്. കാഷ്യൂ നട്ട് ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 8-10 കാഷ്യൂ നട്ട് ചേർത്ത് കൊടുക്കുക. കൂടെ തന്നെ 1/4 കപ്പ് പാൽ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം ഞാൻ കട്ടകളൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് പാൽ ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നുമില്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം മാറ്റി വെക്കാം. ഇനി നമുക്കൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. 250 ml കപ്പിലാണ് ഞാൻ പാലെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഈ ഒരു പഞ്ചസാര കറക്റ്റ് മധുരമായിരിക്കും. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 2 ടേബിൾ സ്പൂൺ കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു പാൽ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ട് വരണം. ഇപ്പോൾ ഇത് പാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലോറിൻ്റെ മിക്സ് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ തന്നെ ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. നല്ല പോലെ മിക്സാക്കിയതിന് ശേഷം ഇനി ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. കോൺഫ്ലോർ ചേർത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടിയായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ക്യാരറ്റിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു രുചിയാണ് ഈ ഒരു ഡ്രിങ്കിന് കിട്ടുന്നത്. ഇപ്പോൾ ഇത് കണ്ടല്ലോ, നല്ലതുപോലെ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇത് ചൂടാറാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിക്കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഒത്തിരി ചേർത്ത് കൊടുക്കരുത്, കാരണം ഇതൊരു ഡ്രിങ്കാണല്ലോ. ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല മധുരമുള്ള പഴുത്ത മാങ്ങ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ കുറച്ച് ആപ്പിൾ നീളത്തിൽ തൊലിയോടുകൂടി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് ബദാം നീളത്തിൽ അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിയ സീഡാണ്. 1 ടേബിൾ സ്പൂൺ ചിയ സീഡ് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്കിതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെ തണുപ്പിച്ച് കഴിക്കാൻ അടിപൊളിയാണ്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് തണുപ്പിച്ചെടുക്കാം. തണുപ്പ് വേണ്ടാത്തവർക്ക് ഇങ്ങനെയും കഴിക്കാം. തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ ഇത് നല്ലതുപോലെ തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് ഡ്രിങ്ക് കുടിച്ചാൽ തന്നെ നമ്മുടെ ദാഹവും ക്ഷീണവും അതുപോലെ തന്നെ വിശപ്പും എല്ലാം ഒക്കെ മാറിക്കിട്ടുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫാമിലിക്കും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഉറപ്പായിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. ഇനി നമുക്ക് അടുത്ത ദിവസം നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.